ജോസ് പ്രകാശ്, നവോദയ അപ്പച്ചൻ, ടി ദാമോദരൻ മാസ്റ്റർ, അശോക് മേത്ത, ദീപൻ, ബോംബെ രവി, ടി എ ഷാഹിദ്, ഇവരുടെ എല്ലാം ഓർമ്മ നിലനിർത്താൻ വേണ്ടി നമ്മൾ അവരുടെ എല്ലാം സിനിമകൾ, തിലകൻ, ഇവരുടെ എല്ലാം സിനിമകൾ നമ്മൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പ്രദർശിപ്പിക്കുന്നു. ഓപ്പൺ ഫോറം ഒഴിവാക്കിയിട്ടില്ല. ഓപ്പൺ ഫോറത്തിന് മീറ്റ് ദ ആർട്ടിസ്റ്റിന് പുതിയ പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മീറ്റ് ദ ഡയറക്ടർ ആൻഡ് മീറ്റ് ദ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അപ്പൊ എന്താ വെച്ചാൽ സിനിമയെ അന്ന് അവിടെ കാണുന്ന സിനിമയെ കുറിച്ചുള്ളൊരു ചർച്ച മാത്രമായി തീരാൻ വേണ്ടിയിട്ടാണ്. അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനും ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസ് വെച്ച് ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. കഴിഞ്ഞ വർഷം എന്താ നടന്നതെന്ന് എല്ലാവർക്കും അറിയാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മീറ്റ് ദ ഡയറക്ടർ ഓഫ് ദറ്റ് സിനിമ, അതായത് എപ്പോഴും അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് മിസ്യൂസ് ആയതുകൊണ്ട് ഓപ്പൺ ഫോറം എന്നുള്ള പേര് മാറ്റി മീറ്റ് ദ ഡയറക്ടർ, മീറ്റ് ദ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഓപ്പൺ ഫോറം മാറ്റിയിട്ടില്ല, പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നമ്മളിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ വേദികൾ ഒഴുക്കി കൊടുക്കുക ഫിലിം സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും അവർക്കും എല്ലാം പങ്കെടുക്കാം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് പങ്കെടുക്കാതിരിക്കാം. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ ഒരു ഇന്ററാക്റ്റീവ് എഡ്യൂക്കേറ്റീവ് വേയിലോട്ട് ഉപയോഗിക്കാറുള്ളതാണ്. അതിപ്പം ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത് മിക്കവാറും സൊസൈറ്റിയിലേക്ക് ആൾക്കാർ എല്ലാവരും ഡെലിഗേറ്റ്സ് ആണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പൊ അവരെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. നമുക്ക് ഓരോ സമയം ചേഞ്ചസ് വേണ്ടേ? എല്ലാ സമയത്തും ഒരേ സ്ഥാനത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണ്ടല്ലോ. യു ക്യാൻ ചേഞ്ച് തിങ്സ് ഫോർ ബെറ്റർമെന്റ്. അതാണ് പറഞ്ഞത്. പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സംഘടനകളല്ല സിനിമ കാണുന്നത്. ഇൻഡിവിജ്വൽ ഡെലിഗേറ്റ്സ് ഇസ് എ പേഴ്സൺ ആണ്. ആ പേഴ്സൺ ആണ് സിനിമ കാണുന്നത്. ഒരു ഡെലിഗേറ്റ് ആണ്, ടീം ഓഫ് ഡെലിഗേറ്റ്സ് അല്ല. അത് അവർക്ക് ഒന്നിക്കാം, പക്ഷെ എല്ലാം ഒരു ഇൻഡിവിജ്വൽ ആണ് ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഡെലിഗേറ്റ് പാസ് ഇൻഡിവിജ്വലിന്റെ ഫോട്ടോ വെച്ച് കൊടുക്കുന്നത് സംഘടന അതിനകത്ത് രംഗത്ത് കൊണ്ടുവരുന്നത് ശരിയല്ല. ഫിലിം സൊസൈറ്റി സഹകരിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ. മറ്റ് ഡിസ്കഷൻ നമ്മുടെ ആദ്യം എന്ന് പറയുന്ന എല്ലാ ഡിസ്കഷനിലും അവർ പങ്കെടുത്തു. ആരാണങ്ങനെ വാർത്ത കൊടുത്ത് എനിക്കറിയില്ല. അവരെ ഡെലിഗേറ്റ്സ് എല്ലാവരും ടിക്കറ്റ് സിനിമ കാണാൻ അവർ ഡെലിഗേറ്റ് പാസ് എടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ആയി എല്ലാവരും ഡെലിഗേറ്റ് പാസ് കിട്ടിക്കഴിഞ്ഞു. ഈ ഡെലിഗേറ്റ് പാസിനെ കുറിച്ച് വാർത്തയുണ്ട്. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു സത്യം ഞാൻ പറഞ്ഞത്. 7000 കഴിഞ്ഞ വർഷം 7000 കുറച്ചു എന്നാണ് സുരക്ഷിത ആരോപണമായി. പണമടച്ച് ഡെലിഗേറ്റ് പാസ് എടുത്തവരെ കഴിഞ്ഞ തവണ 7014. ഇത്തവണ കൊടുത്തിരിക്കുന്നത് മീഡിയ പാസ് കൂടാതെ കാര്യമാണ് പറയുന്നത്. 7117 ഇപ്രാവശ്യം പണമടച്ച് വളരെ സീരിയസ് ആയി ഇത് ഉപയോഗിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. 15,000 ഉണ്ടായിരുന്നു, 12,000 ഉണ്ടായിരുന്നു. ഞങ്ങൾ വെട്ടിക്കുറച്ചുന്നത് വെറുതെയാണ്. 7014 കഴിഞ്ഞ തവണയെങ്കിൽ ഇന്ന് 7117 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 12,000 പേര് കഴിഞ്ഞ ആവശ്യം രജിസ്റ്റർ ചെയ്തു. ഇപ്രാവശ്യം ഓൺലൈൻ അത്രയും ആൾക്കാർ വന്നു. പക്ഷേ പണമടച്ചവരും എടുത്തവരും 7013 പണമടച്ചവർക്ക് അവസാന ദിവസം 28-ാം തീയതി രജിസ്റ്റർ ചെയ്തവർക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തപ്പോൾ അതിൽ 7000 കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയേക്കാൾ പണമടച്ച് കാർഡെടുത്തിരിക്കുന്നത് 100-ലധികം കൂടുതലാണ്. അസത്യമാണ് വെളിയിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കും.